ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേഷ്യൽ ബോഡി ഹെയറിനെ പറ്റിയാണ്. നമുക്കെല്ലാം അറിയാം, തലമുടി പൊഴിച്ചതിൻ്റെ പേര് അലോപേഷ്യ പുരുഷന് തലമുടി പൊടിയുന്നതിൻ്റെ പേര് ആൻഡ്രോജനിക് അലോപേഷ്യ. അതിന് ഒറ്റ മരുന്നേ ഉള്ളൂ, ഫിനസ്ട്രൈഡ് 1 mg. ഇപ്പോൾ ഡിപ്റ്റാസ്ട്രൈഡ് 0.5 mg അപ്രൂവൽ കിട്ടി. കഷണ്ടി തുടങ്ങുന്ന സമയത്ത് ഹെയറിൻ്റെ തിന്നിങ് തുടങ്ങുമ്പോൾ 16-18 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുക, 45 വയസ്സിൽ തുടരുക. ഉള്ള തലമുടി സ്ട്രെങ്ത് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ടും തലമുടി പോകുന്നവർ മാത്രം ട്രാൻസ്പ്ലാന്റിന് പോയാൽ മതി. ഇത് നമുക്കെല്ലാം അറിയാം. നമ്പർ 2 ഫേഷ്യൽ ബോഡി ഹെയർ. ചില സമയത്ത് പയ്യന്മാർ OPD വന്ന് പറയും, ഡോക്ടറെ മുഖത്ത് അങ്ങോട്ട് രോമമില്ല, താടി അങ്ങോട്ട് ഫുള്ളായിട്ട് വളരുന്നില്ല, നെഞ്ചത്തും നാവിലും രോമമില്ല. അപ്പോൾ പലപ്പോഴും ആൾക്കാരുടെ കൺസേൺ, ഒരാണിന് ശരിക്കും രോമം വരേണ്ട 2 ഏരിയ ഉള്ളൂ, കഷം, നാവി. കഷത്തിൻ്റെ പേര് ആക്സില, നാവിയുടെ പേര് പിബിക് ഏരിയ. അതിൽ രോമമില്ലാത്ത ഒരാണ് സാധാരണ ജീവിച്ചിരിപ്പില്ല. പുരുഷ ഹോർമോൺ നോർമലായ എല്ലാ പയ്യന്മാർക്കും 16 വയസ്സ് കഴിയുമ്പോൾ കഷത്തിലും നാവിലും രോമം വരും. പക്ഷെ അപ്പർ ലിപ്പ്, ചിന്ന്, ചെസ്റ്റ്, അപ്പർ അബ്ഡോമൻ, ലോവർ അബ്ഡോമൻ. സോ നെഞ്ചിലോ കൈകാലുകളിലോ അല്ലെ അപ്പർ ലിപ്പിലോ ചിന്നിലോ എല്ലാവർക്കും രോമം വരണമെന്നില്ല. സോ എത്ര വയസ്സിലാണ് പൂർണ്ണമായ ഒരു വ്യക്തിയുടെ താടിയും മീശയും നല്ല തിക്നെസ്സിൽ വളരുന്നത്? പുരുഷ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ 12 വയസ്സ് മുതൽ പീക്ക് ചെയ്താലും ശരിക്കും താടി രോമങ്ങൾ ഫുൾ തിക്നെസ് വരണമെങ്കിൽ 28 മുതൽ 30 വയസ്സാവും. സപ്പോസ് 30 വയസ്സുള്ള ഒരു പയ്യൻ വന്ന് പറയുന്നു, ഡോക്ടർ ബോബി എൻ്റെ മീശയിലും താടിയിലും ഒക്കെ രോമമുണ്ട്, അങ്ങോട്ട് കട്ടി പിടിക്കുന്നില്ല. ചില പറയും സോഫ്റ്റ് രോമങ്ങളാണ്, അങ്ങോട്ട് കട്ടി, നിവിൻ പോളിക്കൊക്കെ അല്ലെങ്കിൽ പ്രേമം സിനിമയിലുള്ള ദൃഢമായ രോമം വരുന്നില്ല. സോ അങ്ങനെ ഒരു വ്യക്തി വന്നാൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും പുരുഷ ഹോർമോൺ തന്നെ. പുരുഷ ഹോർമോണെ ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്യുക. ടെസ്റ്റോസ്റ്ററോൺ ഉള്ളത് 3.5 നാനോഗ്രാം/ml താഴെയാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷൻ ആയിട്ടോ ക്രീമായിട്ടോ ടെസ്റ്റോസ്റ്ററോണിന്റെ ക്യാപ്സ്യൂൾ, ആൻഡ്രയോൾ, ടെസ്റ്റോ ക്യാപ്പായിട്ടോ ഉപയോഗിക്കാം. മറിച്ചൊരു വ്യക്തി വന്നിട്ട് പറയുന്നു, ഡോക്ടറെ എനിക്ക് മീശയും താടിക്കും കട്ടിയില്ല, പക്ഷേ എൻ്റെ ലിംഗത്തിൻ്റെ വലിപ്പം നോർമലാണ്, ഡോക്ടർ ബോബി ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്ത് നോക്കാൻ പറയുന്നു. ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്യുമ്പോൾ 3.5 നാനോഗ്രാമിൽ കൂടുതൽ. അതിനർത്ഥം നാവിയിലും നെഞ്ചത്തും എല്ലാം നല്ല രോമങ്ങളുണ്ട്. ഫേഷ്യൽ ബോഡി ഹെയറിനകത്ത് അപ്പർ ലിപ്പിലും താടി ഭാഗത്ത് മാത്രം രോമമില്ല. പുരുഷ ഹോർമോൺ നോർമൽ. ആ വ്യക്തിക്ക് പിന്നെ പുരുഷ ഹോർമോൺ എക്സസ് എടുത്തുകൊണ്ട് രോമം കൂടത്തില്ല. അവന് ജനിതകമായി അവൻ്റെ ഹെയറിന് അത്രയും തിക്നെസ്സേ ഉള്ളൂ. അല്ലെ ഹെയർ ഫോളിക്കിളിൽ ടെസ്റ്റോസ്റ്ററോൺ, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ അത്രയും സെൻസിറ്റിവിറ്റി ഉള്ളൂ. സോ നോർമൽ ഒരു വ്യക്തിക്ക് ടെസ്റ്റോസ്റ്ററോൺ നോർമലായ ഒരു വ്യക്തിക്ക് രോമം കൂട്ടാൻ എന്തെങ്കിലും പ്രക്രിയ ഉണ്ടോ? അതിന് ലോകത്തിൽ സാധാരണ ചികിത്സകളില്ല. ടെസ്റ്റോസ്റ്ററോൺ കുറവുള്ളവർക്ക് ടെസ്റ്റോസ്റ്ററോൺ എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവർക്ക് ആകെപ്പാടെ തലമുടി കഷണ്ടിക്ക് ഉപയോഗിക്കുന്ന ഡ്രോപ്സ് ഉണ്ട്. അതാണ് മിനോക്സിഡിൻ. മിനോക്സിൻ്റെ 2 ഉണ്ട്, 5% ഉണ്ട്, 10% ഡ്രോപ്സ് ഉണ്ട്. മിൻടോപ്പ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? വാസോഡൈലേറ്റർ. സോ പൊട്ടാസ്യം ചാനലിനെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് എപ്പോഴും ബ്ലഡ് ഫ്ലോ രോമകൂപങ്ങളിൽ കൂട്ടും. അതിൻ്റെ 10% അപ്പർ ലിപ്പിലും ചിന്നിലും താടിയുടെ ഏരിയ തേച്ചാൽ 30% പേർക്ക് വരെ ബ്ലഡ് ഫ്ലോ കൂടുന്നതാണ് രോമത്തിന് കട്ടി കൂടാൻ സാധിക്കും. അതിൻ്റെ കൂടെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ജെല്ലോ, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ജെല്ലോ ഫേഷ്യൽ ഏരിയയിൽ അപ്ലൈ ചെയ്ത് അതും കുറച്ചൊക്കെ പാർഷ്യലി ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോണായിട്ട് കൺവേർട്ട് ചെയ്ത് ഹെയർ ഫോളിക്കിൻ്റെ തിക്നെസ് കൂട്ടും. സോ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, പുരുഷ ഹോർമോൺ കുറവുണ്ടോ അതെടുക്കുക. പുരുഷ ഹോർമോൺ ഒരു എൻഡോക്രിനോളജിസ്റ്റ് ചെക്ക് ചെയ്ത് നോർമലാ, എന്നിട്ട് മീശയ്ക്കും താടിക്കും കട്ടിയില്ലെങ്കിൽ മിൻടോപ്പിന്റെ ഡ്രോപ്സ് 10% USFDA അപ്രൂവൽ സ്കാൽപ്പ് ഹെയർ ഗ്രോത്തിനേ ഉള്ളൂ. ഫേഷ്യൽ ഹെയറിന് ഇല്ലെങ്കിലും 10% ഉപയോഗിക്കാം. ഒരു എൻഡോക്രിനോളജിസ്റ്റിനെ കണ്ട ശേഷം ഒരു പരിധി വരെ 3 months ടെസ്റ്റോസ്റ്ററോണിന്റെയോ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോണോ ജെല്ലോ അപ്ലൈ ചെയ്യാം. അതിലൂടെ വൈറ്റമിൻസിന് റോളുണ്ട്. കുറച്ചൊക്കെ B കോംപ്ലക്സ് വൈറ്റമിനും സിങ്കിലും മഗ്നീഷ്യത്തിനും വൈറ്റമിൻ ഡിക്കും ഹെയർ ഫോളിക്കലിന്റെ പ്രോളിഫറേഷന് ഗ്രോത്ത് ഉണ്ട്. സോ എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഹോർമോൺ എടുക്കാം, ഹോർമോൺ കുറവുണ്ടെങ്കിൽ അല്ലെ മിൻടോപ്പിന്റെ കൂടെ വൈറ്റമിൻസ് അപ്ലൈ ചെയ്യുക, ടെസ്റ്റോസ്റ്ററോണിന്റെ ജെല്ല് മാക്സിമം 3 months അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഹെയർ ഫോളിക്കിന് തിക്നെസ് ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ടും തിക്നെസ് വെക്കുന്നില്ലെങ്കിൽ പിന്നെ ഫോളിക്കിൾ യൂണിറ്റ് എക്സ്ട്രാക്ഷൻ അല്ലെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനേ ഉള്ളൂ. നെഞ്ചത്തോ നാവിലെ രോമം എടുത്ത് താടിയിൽ ഫിറ്റ് ചെയ്യുക, സ്കാൽപ്പ് ഹെയർ എടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്യുക. അത് ലബോറിയസ് പ്രൊസീജിയർ. അതിനും ആഗ്രഹം പോലെ, ഒരു വ്യക്തിയുടെ ആഗ്രഹമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ടെസ്റ്റോസ്റ്ററോണിന്റെ ജെല്ലോ, മിൻടോപ്പിന്റെ ഡ്രോപ്സ് 10% അപ്ലൈ ചെയ്തു, കാൽസ്യം, വൈറ്റമിൻ ഡി, സിങ്ക്, മഗ്നീഷ്യം, സെലീനിയം ഇതെല്ലാം എടുത്തു. എന്നിട്ടും ഗ്രോത്ത് ഇല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷന് പോവുക. മറ്റൊരു ചെപ്പടി വിത്തികളും പണ്ട് കരടിനെ തേക്കുന്നു അല്ലെ വേറെ ഓയിൽ തേക്കുന്നു, മസാജ് തേക്കുന്നു, അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഗോ ത്രൂ സയൻസ്. കറക്റ്റ് എൻഡോക്രിനോളജിസ്റ്റിനെ കണ്ടിട്ട് ഫേഷ്യൽ ഹെയറിന് ട്രീറ്റ്മെന്റ് വേണോ വേണ്ടോ തീരുമാനിക്കുക. താങ്ക് യു.